നമസ്കാരം. ടാരോട്ട് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് എനർജി എന്താണെന്നുള്ളതാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത്. അതുപോലെ ഈ ഒരു റീഡിംഗിൽ നിങ്ങൾക്ക് റിസനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയാം. അതുപോലെ ലവേഴ്സ് ആയിക്കോട്ടെ, എക്സ്ട്രാമാറ്റിക് അഫെയറിലെ ആളുകളായിക്കോട്ടെ, എല്ലാവർക്കും ഈ റീഡിംഗ് എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ മുകളിൽ കൊടുക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. കിങ് ഓഫ് പെന്റിക്കിൾസ് എനർജിയാണ്. നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഈ ഒരു റിലേഷനിൽ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ കൂടുതൽ അവരുടെ കരിയറിൽ ഫോക്കസ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്, അല്ലെങ്കിൽ അവരുടെ ഫിനാൻഷ്യൽ കാര്യങ്ങളിലോട്ട് കൂടുതൽ ഫോക്കസ്ഡ് ആയിട്ടാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോഴുള്ളത് എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം നിങ്ങളുമായിട്ടുള്ള കണക്ഷനിൽ അവരൊരു അകൽച്ച വെക്കുന്നത് അല്ലെങ്കിൽ മാറി നിൽക്കുന്നത്. ചിലപ്പോൾ ബിസിനസ്സുമായിട്ട് റിലേറ്റ് ചെയ്തോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇഷ്യൂ അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട ഒരു ടൈമാണ് എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ടാണ് അവരിപ്പോൾ ഈ റിലേഷനിൽ നിന്ന് ഒരു അകൽച്ച വെച്ച് നിൽക്കുന്നതെന്നാണ് കാണിക്കുന്നത്. 10 ഓഫ് സോർട്സ് എനർജിയാണ്. അത് തന്നെയാണ് റീസൺ. കാരണം അവരുടെ ലൈഫിൽ ഇപ്പോൾ അത്രയും കരിയറിന്റെ കാര്യത്തിലായിക്കോട്ടെ, ഫിനാൻഷ്യൽ കാര്യങ്ങളിലായിക്കോട്ടെ, അവർ ഒരുപാട് ഭാരം ചുമക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് ഡിസ്റ്റർബ്ഡ് ആയിട്ട് നിൽക്കുന്ന സിറ്റുവേഷനാണ്. അവർക്ക് ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാതെ അവർ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷനാണ്. അപ്പം അത്രയും സ്ട്രഗിൾ ഉള്ള ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് തന്നെ മാനസികമായിട്ട് അവർ ഒരുപാട് സംഘർഷങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ടാണ് ഇപ്പോൾ കോണ്ടാക്റ്റിലോട്ട് വരാൻ പറ്റാണ്ട് അല്ലെങ്കിൽ ഒരു അകൽച്ചയിൽ അവർ നിൽക്കുന്നത്. അവർക്ക് കൂടുതലായിട്ട് ഈ റിലേഷനിൽ കംപ്ലീറ്റ്ലി ഇൻവോൾവ്ഡ് ആവാൻ വേണ്ടി പറ്റാത്തത് എന്നാണ് കാണിക്കുന്നത്. 4 ഓഫ് സോഴ്സ് എനർജിയാണ്. അവർ അത്രയും കൺഫ്യൂസ്ഡ് ആണെന്ന് കാണിക്കുന്നുണ്ട്. മുന്നോട്ട് എന്ത് ചെയ്യണം, ചിലർക്ക് ഫിനാൻഷ്യൽ ലോസ് വന്നിട്ടുണ്ടായിരിക്കാം, ചിലർക്ക് ബിസിനസ്സിന്റെ കാര്യങ്ങളിലൊക്കെ ഇഷ്യൂസ് നേരിടുന്നുണ്ടായിരിക്കാം, ചിലർക്ക് കരിയറിന്റെ കാര്യത്തിൽ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന സിറ്റുവേഷൻ ആയിരിക്കാം. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ അവർ മുന്നോട്ട് എന്ത് ഡിസിഷൻ എടുക്കണം, എന്ത് ചെയ്ത് നിലനിൽക്കണം എന്ന് അവരുടെ നിലനിൽപ്പിന് തന്നെ ഒരു പ്രശ്നം ഉണ്ടാവുന്ന രീതിയിലുള്ള അത്രയും ഒരു സ്ട്രോങ് ആയിട്ടുള്ള സിറ്റുവേഷനിലൂടെ അവർ കടന്നു പോകുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ അത് എന്ത് ചെയ്ത് റെഡി ആക്കണം എന്നറിയാതെ അവർ കൺഫ്യൂസ്ഡ് ആയി നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. അവർ അത്രയും പെയിൻഫുൾ ആയിട്ട് മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. ക്യൂൻ ഓഫ് സോർട്സ് എനർജിയാണ്. ഈ ഒരു സിറ്റുവേഷനിൽ ഇവരിങ്ങനെ നിൽക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങൾ അത്രയും ദേഷ്യത്തിലാണ്, അല്ലെങ്കിൽ ഈ പേഴ്സൺ എന്നെ മനഃപൂർവ്വം ഒഴിവാക്കുന്നു എന്നുള്ളൊരു ചിന്തയിൽ നിങ്ങൾ മാറി നിൽക്കുന്ന സിറ്റുവേഷനാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് അത്രയും ഡിസ്റ്റർബൻസ് ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട്. നിങ്ങൾ വഴക്കിടാൻ അഥവാ കോണ്ടാക്ട് ചെയ്യുകയാണെങ്കിൽ തന്നെ വഴക്കിടാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്ന ഒരു എനർജിയിലാണ് കാണിക്കുന്നത് കേട്ടോ. ക്യൂൻ ഓഫ് വാൻസ് എനർജിയാണ്. ഈ പേഴ്സൺ ഒരു ലക്ഷ്യം വെച്ചിട്ടുണ്ട്. അവരുടെ പ്രോബ്ലംസ് ശരിയാക്കാൻ വേണ്ടിയിട്ട് അവരൊരു ലക്ഷ്യം വെച്ചിട്ടുണ്ട്. അത് റെഡിയാക്കി എടുക്കാനുള്ള പ്ലാനിങ് അവരുടെ കയ്യിലുണ്ട്. അപ്പം അങ്ങനെയുള്ള ആ ഒരു പ്ലാൻ ചെയ്ത് അവർ മുന്നോട്ട് പോവാണ്. അപ്പോൾ അതിനിടയ്ക്ക് നിങ്ങളുമായിട്ട് കണക്ട് ചെയ്ത് നിങ്ങളോട് സംസാരിക്കുക അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് സമയം സ്പെൻഡ് ചെയ്യാൻ അവർക്ക് ടൈം കിട്ടുന്നില്ല. അത് ഓക്കെ ആക്കി എടുത്തതിന് ശേഷം നിങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം എന്നുള്ള രീതിയിൽ മാറി നിൽക്കുന്നു എന്നാണ് കാണിക്കുന്നത്. പേജ് ഓഫ് സോഴ്സ് എനർജിയാണ്. ഇപ്പോഴവര് ഒരു ഡിസിഷൻ എടുത്ത് ഈ കാര്യങ്ങൾ ഓക്കെ ആക്കിയിട്ടില്ലെങ്കിൽ മുന്നോട്ട് അവർക്ക് അതൊരു വലിയൊരു പ്രശ്നമായിട്ട് അതിനെ ഫേസ് ചെയ്യേണ്ടി വരും. അത് അവർക്കറിയാം. ചിലപ്പോൾ അത് നിങ്ങളോട് പറഞ്ഞാൽ പോലും നിങ്ങൾക്കത് മനസ്സിലായിക്കൊള്ളുന്നില്ല എന്നും അവർക്കറിയാം. കാരണം നിങ്ങൾ ദേഷ്യത്തിലായിരിക്കും. നിങ്ങൾക്ക് ആളെന്ത് പറഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ ഉൾക്കൊള്ളാൻ ചാൻസ് ഇല്ല എന്നുള്ളത് കൊണ്ടാണ് അവരിപ്പോൾ അത് പറയാതെ നിൽക്കുന്നത് എന്നുള്ളതാണ് കാണിക്കുന്നത്. 6 ഓഫ് കപ്സ് എനർജിയാണ്. നിങ്ങൾ തമ്മിൽ കുട്ടിക്കാലം മുതലേ അറിയുന്ന ആളുകളായിരിക്കാം. അപ്പോൾ അത്രയും ഒരു ഡെപ്തിലുള്ള ഒരു കണക്ഷൻ നിങ്ങൾ തമ്മിൽ ഉണ്ടെന്ന് കാണിക്കുന്നത്. അപ്പോൾ ആ ഒരു റിലേഷന്റെ സ്ട്രെങ്ത് അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള റിലേഷന്റെ ആ ഒരു അത്രയും ബോണ്ടിങ് നിങ്ങൾ തമ്മിലുണ്ടെന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ പേഴ്സന്റെ ലൈഫിൽ കുറേ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. അവരുടെ ഫിനാൻഷ്യൽ കാര്യങ്ങളിലുള്ള ഇഷ്യൂസ് അല്ലെങ്കിൽ അവരുടെ കരിയറിലുള്ള ഇഷ്യൂസ് ഒക്കെ നിങ്ങൾക്ക് ചിലർക്ക് അറിയുന്നുണ്ടാവും, ചിലർ അത് ഷെയർ ചെയ്യുന്നുണ്ടായിരിക്കില്ല. എന്തായാലും
കുറേ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അതേക്കുറിച്ച് അറിയാമെന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ അത്രയും ബോണ്ടിങ് നിങ്ങൾ തമ്മിലുണ്ട്. നിങ്ങളുടെ പേഴ്സൺ എന്തൊക്കെ സിറ്റുവേഷൻ വന്നാലും നിങ്ങളെ വിട്ടു പോവില്ല എന്നുള്ളത് നിങ്ങൾക്കും അറിയാം. ആളങ്ങനെ പോവുകയില്ല. ഓക്കെ. നൈറ്റ് ഓഫ് പെന്റിക്കിൾസ് എനർജിയാണ് കാണിക്കുന്നത്. അവർ ഈ റിലേഷനിൽ നിൽക്കുന്നത് സീരിയസ് ആയിട്ടാണ്. ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് അവർ ആഗ്രഹിക്കുന്നത് ഒരു ഫാമിലി ലൈഫാണെന്നാണ് കാണിക്കുന്നത്. ഒരു സ്ട്രോങ് ആയിട്ടുള്ള കമ്മിറ്റ്മെന്റ് ഈ റിലേഷനിൽ വേണം എന്നുള്ള രീതിയിലാണ് ഈ റിലേഷൻ അവർ കാണുന്നതും അങ്ങനെ ഇത് മുന്നോട്ട് കൊണ്ടുപോകാനാണ് അവർ ആഗ്രഹിക്കുന്നതും എന്നാണ് കാണിക്കുന്നത് കേട്ടോ. ദ ഹാങ്ഡ് മാൻ ആണ് കാണിക്കുന്നത്. ഇപ്പോഴാ ഒരു സിറ്റുവേഷനിൽ അവർ കുറച്ച് സ്റ്റെക്കായിട്ടാണ് നിൽക്കുന്നത്. പെട്ടെന്ന് വരുന്ന ഒരു എനർജി അല്ല, ഒരു സ്പീഡപ്പ് ആയിട്ട് ഈ റിലേഷനിലോട്ട് വരുന്ന ഒരു എനർജി അല്ല കാണിക്കുന്നത്. അവരത് ഓക്കെ ആക്കിയതിനു ശേഷം, അവരുടെ സിറ്റുവേഷൻ ഓക്കെ ആയതിനു ശേഷം മാത്രം റിലേഷനിൽ വരുള്ളൂ എന്നാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് മെസ്സേജ് കാർഡ് നോക്കാം നമുക്ക്. ഗിൽറ്റി എന്നാണ് കാണിക്കുന്നത്. നിങ്ങളോട് അങ്ങനെ പറയാതെ മാറി നിൽക്കുന്നതിൽ അവർക്ക് വിഷമമുണ്ട് എന്ന് കാണിക്കുന്നുണ്ട്. അവർക്ക് ഗിൽറ്റി ഫീലിംഗ് ഉണ്ട്, അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ ആ ഒരു ഗിൽറ്റി ഫീലിങ്സിലാണ് അവർ നിൽക്കുന്നത്. ഈ നിൽക്കുന്ന സിറ്റുവേഷനിൽ അവർ ഹാപ്പി അല്ല, അവർ സന്തോഷത്തോടെ അല്ല നിൽക്കുന്നത്, ഒരു കുറ്റബോധത്തിലാണ് നിൽക്കുന്നതെന്നാണ് കാണിക്കുന്നത്. അവർക്ക് ഓവർവെൽമഡ് എന്നാണ് കാണിക്കുന്നത്. അവർ അത്രയും സ്ട്രെസ്ഫുൾ ആയിട്ടാണ് നിൽക്കുന്നത് എന്നാണ് കാണിക്കുന്നത് കേട്ടോ. ആ സ്ട്രെസ് സത്യത്തിൽ അവർക്ക് അത് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല, ആ രീതിയിലാണ് അവർ നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആളുടെ സിറ്റുവേഷൻ നിങ്ങളും മനസ്സിലാക്കണം. ഓക്കെ. മെൻഡ് എന്നാണ് കാണിക്കുന്നത്. നിങ്ങൾ തമ്മിലുള്ള ആ ഒരു സോൾ കണക്ഷൻ, ആ ബോണ്ടിങ്, അതാണ് ഈ ഒരു റിലേഷനിന്റെ സ്ട്രെങ്ത് എന്നാണ് കാണിക്കുന്നത്. ഇപ്പൊ എത്ര മാത്രം അകന്നു നിന്നാലും അതിനേക്കാൾ സ്ട്രോങ് ആയി തന്നെ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നത് തന്നെ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ബോണ്ടിങ് കാരണമാണെന്ന് കാണിക്കുന്നത്. സ്പേസ് എന്ന് കാണിക്കുന്നുണ്ട്. അവർക്ക് ഇപ്പോൾ വേണ്ടത് കുറച്ച് സ്പേസ് ആണ്, കുറച്ച് അവരുടെ കാര്യങ്ങൾ ഫോക്കസ് ചെയ്യാനും അത് റെഡിയാക്കാനുമുള്ള ഒരു സ്പേസ് അവർക്ക് ഇപ്പോൾ അത്യാവശ്യമാണെന്ന് കാണിക്കുന്നത്. അപ്പോൾ അത് ഓക്കെ ആവുന്ന സമയത്ത് ആ സ്പേസിനുള്ളിൽ നിന്ന് എല്ലാ കാര്യങ്ങളും റെഡിയാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സമയം അത് അവർക്ക് ആവശ്യമാണെന്ന് കാണിക്കുന്നുണ്ട്. റിവീൽ എന്ന് കാണിക്കുന്നുണ്ട്. അവരെല്ലാ കാര്യങ്ങളും നിങ്ങളോട് തുറന്നു പറയും. എന്തുകൊണ്ടാണ് അവർക്ക് ഇങ്ങനെ മാറി നിൽക്കേണ്ടി വന്നത്, അവരുടെ ലൈഫിലെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്, എന്തൊക്കെ പ്രോബ്ലംസ് ആണ് അവരിപ്പോൾ നേരിട്ടുകൊണ്ടിരുന്നത്, എല്ലാ കാര്യങ്ങളും അവർ തിരിച്ചു വരുന്ന സമയത്ത് നിങ്ങളോട് റിവീൽ ചെയ്യാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് തന്നെ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് മെസ്സേജ് കാർഡ് നോക്കാം ഏഞ്ചൽസിന്റെ. ഓപ്പർച്യൂണിറ്റി എന്ന് കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് തമ്മിൽ ഒന്നിച്ച് കാണാൻ അല്ലെങ്കിൽ സംസാരിക്കാനൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് വരും. നിങ്ങൾക്ക് ഒന്നിച്ച് കാണാനും സംസാരിക്കാനൊക്കെ പറ്റുമെന്നാണ് കാണിക്കുന്നത്. ആസ്ക് ഫോർ ഹെൽപ്പ് ഫ്രം അതേഴ്സ് എന്നാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് ഈ റിലേഷനുമായിട്ട് റിലേറ്റ് ചെയ്തോ അല്ലെങ്കിൽ നിങ്ങളുടെ മറ്റു കാര്യങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്തോ നിങ്ങൾക്കൊരു ഹെൽപ്പ് സീക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഈ പേഴ്സന്റെ സിറ്റുവേഷൻ എന്താണെന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ഫ്രണ്ട്സിന്റെയോ കൊളീഗ്സിന്റെയോ ഒക്കെ ഹെൽപ്പ് നിങ്ങൾക്ക് സീക്ക് ചെയ്യാം. ഓക്കെ. നോ നീഡ് ടു വറി എന്നാണ് പറയുന്നത്. നിങ്ങൾ പേടിക്കേണ്ട സിറ്റുവേഷൻ അല്ല, നിങ്ങൾ ഒരുപാട് വറി ചെയ്ത് നിൽക്കേണ്ട സിറ്റുവേഷൻ അല്ല എന്നാണ് കാണിക്കുന്നത്. നിങ്ങൾ പേടിക്കാതെ സ്മാർട്ടായിട്ട് തന്നെ നിൽക്കുക എന്നാണ് കാണിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ എന്തായാലും നിങ്ങളേക്ക് തന്നെ തിരിച്ചു വരും. ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റോട് കൂടിയിട്ട് നിൽക്കുക. ഓക്കെ. പെർഫെക്റ്റ് ടൈമിംഗ് എന്ന് കാണിക്കുന്നുണ്ട്. ഒരു പെർഫെക്റ്റ് ടൈമിംഗ് തന്നെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കോൺടാക്ട് ചെയ്യും. നിങ്ങൾ തമ്മിൽ ഒന്നിച്ച് ഒരു യൂണിയൻ ഉണ്ടാവും, നിങ്ങൾ തമ്മിൽ ഒന്നിച്ച് കാണാൻ വേണ്ടി പറ്റും. ഈ റിലേഷൻ പഴയ രീതിയിലോട്ട് തന്നെ തിരിച്ചു വരും എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി നോക്കാം. സെപ്റ്റംബർ 1986,
മാർച്ച്, മെയ്, ജൂലൈ, മകീര്യം, ലെറ്റർ ജെ, ലെറ്റർ വി, ലെറ്റർ സി, ലെറ്റർ എം, 1992, അനീഴം, ലെറ്റർ ഇ, ജൂൺ, ഡിസംബർ 1990, 1985, കാർത്തിക, വിശാഖം, നവംബർ, രോഹിണി, മകം, ആയില്യം, ലെറ്റർ ഒ, 1991, തിരുവാതിര. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിങ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.